പൈനിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണെന്ന്. ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അഹമ്മദാബാദിലാണ് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2023 നേടിയത് ആരാണെന്നാണ്. ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് 2023 നേടിയത് ആരാണെന്നാണ്? NR അശോക് കുമാർ ആണ്. NR അശോക് കുമാർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലീഡർഷിപ്പ് അവാർഡ് 2023 നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഫിഫ ക്ലബ് ലോകകപ്പ് വേദി ഏതാണെന്നാണ്. ഫിഫ ക്ലബ് ലോകകപ്പ് വേദി ഏതാണെന്നാണ്? ജിദ്ദയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ജിദ്ദയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സൗദി അറേബ്യയിലെ ഒരു സ്ഥലമാണിത്, ജിദ്ദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണെന്നാണ്. ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണെന്നാണ്? ഫരീദാബാദ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫരീദാബാദ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹരിയാനയിലെ ഒരു സ്ഥലമാണ് ഇത്, ഫരീദാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഏതാണെന്നാണ്? 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എയിനെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എയിനെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്? മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്? ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലമാണ് ആൻസർ ആയിട്ട് വരുന്നത്. മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു എന്നാണ്? 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പില് മാൻ ഓഫ് ദി മാച്ച് ആരായിരുന്നു എന്നാണ്? ട്രാവിസ് ഹെഡ് ആണ്. ട്രാവിസ് ഹെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. ട്രാവിസ് ഹെഡ് ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ജില്ല ഏതാണെന്നാണ്? ആദ്യത്തെ ജില്ല ഏതാണെന്നാണ്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. കേരളത്തിലാണ് ആ ജില്ല വരുന്നത്. വയനാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. വയനാടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത ആരാണെന്നാണ്? പാക് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണെന്നാണ്? ഡോക്ടർ സവീര പ്രകാശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡോക്ടർ സവീര പ്രകാശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ്? ലൈബീരിയയുടെ പ്രസിഡന്റ്, പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ്? ജോസഫ് ബൊവാക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ജോസഫ് ബൊവാക്കയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്? സംസ്ഥാനത്തെ ആദ്യത്തത് മുതുകാടാണ്. മുതുകാട് ചക്കിട്ടപ്പാറ, കോഴിക്കോട് ജില്ലയാണ്. മുതുകാട് ചക്കിട്ടപ്പാറയാണ്, കോഴിക്കോട് ജില്ലയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്. പുതുതായിട്ട് ഗുജറാത്തിന് സംസ്ഥാന മത്സ്യത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സംസ്ഥാന മത്സ്യം ഏതാണെന്നാണ്? ഗോൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗോലാണ് ആൻസർ ആയിട്ട് വരുന്നത്. പടത്തിക്കോര എന്ന് നമ്മൾ പറയും. പടത്തിക്കോര എന്ന് നമ്മൾ പറയും. ഗോൾ ഫിഷ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രഥമ MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നാണ്? MS സ്വാമിനാഥൻ ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേരിലുള്ള കാർഷികാശ്രയം പുരസ്കാരത്തിന് ആരാണ് അർഹനായത് എന്നാണ്? ചെറുവയൽ രാമനാണ്. കേരളത്തിലെ വയനാട്ടുകാരനാണ് ചെറുവയൽ രാമൻ. അദ്ദേഹത്തിന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ടായിരുന്നു. 2023 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ഒരു വ്യക്തിയാണ് ആര്? ചെറുവയൽ രാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടെലിവിഷൻ ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ഇത്, എമ്മി പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യൻ താരം വീർദാസിനാണ്. 2023 എമ്മി പുരസ്കാരത്തിന് അർഹനായത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാം തവണയും കിരീടം നേടിയ ഇന്ത്യക്കാരൻ. 26ാം തവണയും കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്? 26ാം തവണയും കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്? പങ്കജ് അദ്വാനിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. പങ്കജ് അദ്വാനിയാണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി പ്രഖ്യാപിച്ചത് ആരെയാണെന്നാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ് ആണ്. കീർത്തി സുരേഷ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെലങ്കാനയിലാണ്. തെലങ്കാനയിലാണ് കേട്ടോ, തെലങ്കാനയിലാണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളത്താണ്. കായംകുളം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിക്കുന്നത്. പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? നിഷാൻ ഇ പാകിസ്ഥാൻ ആണ്. നിഷാൻ ഇ പാകിസ്ഥാൻ ആണ് പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി. അത് ലഭിക്കുന്ന ഇന്ത്യക്കാരൻ ആരാണെന്നാണ്. നാലാമത്തെ ഇന്ത്യക്കാരൻ കേട്ടോ. നാലാമത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ്? ഡോക്ടർ സൈദ്ന മുഫദ്ദൽ സൈഫുദ്ദീൻ ആണ്. ഡോക്ടർ സൈദ്ന മുഫദ്ദൽ സൈഫുദ്ദീൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്? ഉത്തർപ്രദേശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഉത്തർപ്രദേശ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിന്റെ പുതിയ മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആദായ നികുതി വകുപ്പിന്റെ പുതിയ മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്? ആയ്ക്കർ ഭവൻ എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ പുതിയ മന്ദിരം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്നത് ആരാണെന്നാണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനാകുന്ന വ്യക്തി ആരാണെന്നാണ്? ആക്ടർ ഇന്ദ്രൻസ് ആണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അംബാസിഡറായിട്ട് നിയമിതരാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്ന നഗരം ഏതാണെന്നാണ്? ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വന്ന നഗരം ഏതാണെന്നാണ്? ഭുവനേശ്വർ ആണ്. ഭുവനേശ്വർ എവിടെയാണ്? ഒഡീഷയിലാണ്. ഭുവനേശ്വറിലാണ് ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാദമി നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വിദേശ വനിത. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ വിദേശ വനിത ആരാണെന്നാണ്? ജുഗ്മ പ്രസീദയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അവരൊരു മൗറീഷ്യക്കാരിയാണ് ആര്? ജുഗ്മ പ്രസീദ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേരെന്താണെന്നാണ്? ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പുതിയ പേരെന്താണെന്നാണ്? ആരോഗ്യ മന്ത്രാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങളുടെ പുതിയ പേരെന്താണ്? ആരോഗ്യ മന്ദിർ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നാണ്? വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നാണ്? ആൻസർ വരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആംഡ് ഫോഴ്സ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ. ആംഡ് ഫോഴ്സ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണെന്നാണ്? കേണൽ സുനിത BS ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേണൽ സുനിത BS ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ബുക്കർ സമ്മാന ജേതാവ് ആരാണെന്നാണ്? 2023 ബുക്കർ സമ്മാന ജേതാവ് ആരാണ്? പോൾ ലിഞ്ചാണ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? അദ്ദേഹത്തിന്റെ കൃതി പ്രൊഫറ്റ് സോങ് ആണ് അദ്ദേഹത്തിന്റെ കൃതിയായിട്ട് വരുന്നത്. പോൾ ലിഞ്ചിനാണ് 2023 ബുക്കർ സമ്മാന ജേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ്? തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഇത്രയൊക്കെയാണ് 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, താങ്ക് യു.